നമുക്കൊരു തട്ടിക്കൂട്ട് സാലഡ് ഉണ്ടാക്കിയാലോ? അപ്പോൾ വീട്ടിലുള്ള കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം കൂടെ വെച്ചിട്ട് ഒരു ചെറിയ തട്ടിക്കൂട്ട് സാലഡാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ് പോട്ട് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇതിലാണ് ഞാൻ സാലഡ് ഉണ്ടാക്കുന്നത് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ മേടിച്ചിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടാണ് കേട്ടോ അത്. അപ്പോൾ ഈ ഒരു പോട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് സലാഡ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെയ്റ്റ്ലെസ്സുമാണ്, നമുക്ക് സ്റ്റൗ ടോപ്പിലും വെക്കാം കേട്ടോ. ഇതിൻ്റെ ഹാൻഡിൽ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ചൂട് പിടിക്കുന്നുള്ള പേടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചൂടാവില്ലേ, നമുക്കിത് ഇങ്ങനെ തന്നെ പിടിച്ചങ്ങാണ്ട് സ്റ്റവിൽ നിന്നൊക്കെ ഇറക്കി വെക്കാം കേട്ടോ. പിന്നെ ഗ്ലാസ് ആണെന്ന് കരുതിയിട്ട് ഒരുപാട് വെയിറ്റ് ഒന്നുമില്ല, വെയ്റ്റ്ലെസ്സാണ്. ഇതിന് ഗ്ലാസിൻ്റെ തന്നെ ഒരു ലിഡും വരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് കോണ് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ തട്ടിക്കൂട്ട് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രിഡ്ജിലുള്ള ഫ്രൂട്ട്സൊക്കെ തട്ടിക്കൂട്ടി എടുത്തതാണ് കേട്ടോ അത്. സാലഡ് ഇവിടെ എല്ലാ ദിവസവും ഉണ്ടാക്കണോണ്ട് തന്നെ ഓരോന്നിൻ്റെ ഓരോ പീസൊക്കെ ഞാൻ ചിലപ്പോൾ എടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്കിയുള്ള പീസൊക്കെ അതിലുണ്ടാവും. പിന്നെ ഈ ഒരു ലെറ്റ്യൂസ് ഉണ്ടല്ലോ, അതിൻ്റെ ലീഫ് ഞാൻ എടുത്ത് മാറ്റുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും മുകളിലുള്ള ലീഫ് എടുക്കൂല കേട്ടോ. ഉള്ളിൽ നിന്ന് അങ്ങനെ വേണ്ട ആവശ്യത്തിന് അങ്ങനെ എടുക്കുക ചെയ്യുക. എന്നിട്ട് ഏറ്റവും മുകളിലത്തെ ലീഫ് അതിന്മേൽ തന്നെ വെച്ചിട്ട് നല്ലോണം റാപ്പ് ചെയ്ത് വെക്കും. അപ്പോൾ പിന്നെ ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കഴുകിയെടുക്കണം, നന്നായിട്ട് കഴുകണം. വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും കുറച്ച് നേരം വെള്ളം ഒഴിച്ച് കണ്ട് വെക്കും കേട്ടോ. അതിന് ശേഷമാണ് കഴുകിയിട്ട് ഇത് പീസാക്കി എടുക്കലുള്ളൂ. അപ്പോൾ ആ കോൺ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വേവിക്കാനൊന്നുമില്ല കേട്ടോ. ഈ കോൺ ഒരു ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും തന്നെ അത് വെന്തിട്ടുണ്ടാകും. അപ്പോൾ അത്ര സമയം മതി ഇത് കുക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് സ്ട്രെയിനറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഞാൻ തുണിയൊന്നും ഇല്ലാതെ തന്നെയാണ് കേട്ടോ ആ ഒരു ഗ്ലാസ് പോട്ട് പിടിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ എല്ലാം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. നന്നായിട്ട് കഴുകിയെടുക്കണം. ഉപ്പിട്ട് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതിലുള്ള അഴുക്കുകളൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടാവും കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുന്നത് കാരണം. ഇനി ഇവ എല്ലാം നമുക്ക് ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ പീസാക്കി എടുക്കാം. സലാഡ് ഉണ്ടാക്കാൻ അത്ര വലിയ പണിയൊന്നുമില്ലല്ലേ. നമ്മൾ വീട്ടിലുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ടും വെജിറ്റബിൾസ് വെച്ചിട്ടും നമുക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും സലാഡ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു സലാഡാണ് കേട്ടത്. ഇതിപ്പോൾ ഒരുപാട് ഫ്രൂട്ട്സ് ഒന്നും വേണ്ട, എല്ലാത്തിൽ നിന്നും ഓരോ പീസൊക്കെ എടുത്തിട്ട് അങ്ങനെ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സലാഡാണ് കേട്ടോ. രാത്രിയിലൊക്കെ നമ്മളുണ്ടല്ലോ ഈ ചോറിന് പകരം ഈ ഒരു സലാഡ് ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഹെൽത്തിന് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ടാവും കേട്ടോ. എനിക്കുണ്ടല്ലോ ഇങ്ങനത്തെ ഗ്ലാസ് പോട്ടിലൊക്കെ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൽ ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള വെജിറ്റബിൾസും അതുപോലെ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കണ്ടിട്ടിട്ട് കാണാൻ നല്ല ഒരു ഭംഗിയാണല്ലോ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ എനിക്കിതൊന്ന് എടുത്ത് കഴിക്കാനും ഇങ്ങനെ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ എനിക്കിഷ്ടപ്പെട്ടിട്ട് ഞാൻ മേടിച്ചിട്ടുള്ള ഒരു ഗ്ലാസ് പോട്ടാണ് കേട്ടോ അത്. എല്ലാ ദിവസവും ഭക്ഷണത്തിൻ്റെ കൂടെ സലാഡ് കഴിക്കുന്നത് നമ്മളെ ഹെൽത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും കേട്ടോ. അതുപോലെ അപ്പോൾ ഷുഗറൊക്കെ ഉള്ള പേഷ്യൻസ് എന്തായാലും ഒരു നേരമെങ്കിലും ഇതുപോലെ സലാഡൊക്കെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. ഇപ്പോൾ ഷുഗർ പേഷ്യൻസ് ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതിൽ പറയുന്നത്. ഈ സലാഡിന് പ്രത്യേകിച്ച് പിന്നെ ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പപ്പായൊക്കെ ഇങ്ങനെയാണ് കേട്ടോ വെക്കാറുള്ളത്. ഒരു പപ്പായ കൊടുന്ന മുഴുവനായിട്ടൊന്നും എടുക്കേണ്ടി വരില്ല. അപ്പോൾ പകുതി ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ പകുതി എടുത്തിട്ട് ഇതുപോലെ കണ്ടെയ്നറിലൊക്കെ ആക്കിയിട്ട് മൂടി വെക്കുക ചെയ്യുക. ആവശ്യമുള്ള എടുത്തിട്ട് ബാക്കിയുള്ളത് അതുപോലെ തന്നെ മൂടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ പിന്നെ അങ്ങനെ കേടാവില്ല, പെട്ടെന്ന് ചീത്താവില്ല. അപ്പോൾ നമ്മുടെ പീസാക്കി വെച്ചിട്ടുള്ള വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്നിച്ചാക്കിയിട്ട് അതിലേക്ക്
കുരുമുളക് പൊടി കുറച്ചിടണം. അതുപോലെ തന്നെ ഉപ്പ്, ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ഒലിവ് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.